നടൻ സുധീർ കരമന തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ് സുധീർ പൊതു സ്വതന്ത്രനായി മത്സരിക്കുന്നത്. തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ മഹാനഗരത്തിന്റെ ഭാവി വളർച്ചയ്ക്ക് സഹായകരമായ നേതൃത്വപരമായ ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ട്. തീർച്ചയായും ഈ നഗരവും നഗരത്തിലെ ജനങ്ങളും അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമെന്നത് നിസ്തർക്കമാണ്. വളരെ സന്തോഷത്തോടെയാണ്. കാരണം തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് വളർന്ന് നാടിനെ അറിയാവുന്ന, നാട്ടുകാരെ അറിയാവുന്ന, നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എല്ലാ മുടുക്കും എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു അന്യമായ സ്ഥലമല്ല, ആരും എനിക്ക് അന്യരല്ല. എല്ലാവരെയും ഇടയിലേക്ക് ഇറങ്ങി പോകാനും അവരോടൊപ്പം നിൽക്കുവാനും ഈ ഒരു അവസരം ഞാൻ പൂർണ്ണമായും വിനിയോഗിക്കും. എല്ലാവരുടെയും പ്രയാസത്തിലും എല്ലാവരുടെയും സന്തോഷത്തിലും എന്ത് കാര്യത്തിനും സാക്ഷരതയായ നമ്മളുടെ നാടിനോടൊപ്പം, എല്ലാവരോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, മത്സ്യത്തൊഴിലാളികളോടൊപ്പം, തീരദേശ പ്രദേശത്തിനോടൊപ്പം എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും ഒന്നിച്ച് നിൽക്കുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. KSF വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇത് സ്വതന്ത്രനായി LDF സ്വതന്ത്രനായി സുധീർ കരമനെ മത്സരിക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് പാർട്ടിയും മുന്നണിയും? അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് CPM-ഉം ഇടതുമുന്നണിയും ഇപ്പോൾ ഉള്ളത്. കാരണം പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഒരാഴ്ചക്കാലമായി സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ആന്റണി രാജുവിന് പകരം മറ്റൊരാളെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിക്കാൻ ജനാധിപത്യ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതോടുകൂടിയാണ് വാസ്തവത്തിൽ CPM ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും സുധീർ കരമനെ പൂർണ്ണമായി അംഗീകരിക്കാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് തയ്യാറാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ചോദ്യം ഉയരാൻ തന്നെ കാരണം ഇന്ന് സുധീർ കരമന AKG സെന്ററിൽ എത്തിയപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും ഉണ്ടായിരുന്നില്ല. ആന്റണി രാജു അടക്കമുള്ള ആളുകളൊന്നും തന്നെ അവിടെ വന്നില്ല. പക്ഷേ ഏതായാലും മുന്നണിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് CPM ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വാസ്തവമാണ്. കാരണം മറ്റ് വഴികളില്ല. ഇനി ഒരു ദിവസം കൂടെ മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ഉള്ളൂ. അങ്ങനെ ചുരുങ്ങിയ കാലയളവ് മാത്രമേ പ്രചാരണത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ CPI-യുമായിട്ട് കൂടിയാലോചന നടത്തി. CPI-യുടെ പരിപൂർണ്ണ പിന്തുണയും കരമന സുധീറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി ഏതായാലും 3.5 മണിക്കൂർ റോഡ് ഷോ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രചാരണ പരിപാടികളൊക്കെയായി സജീവമാകാൻ ഒരുങ്ങിയാണ് സുധീർ കരമന. വലിയ അനിശ്ചിതത്വമാണ് തിരുവനന്തപുരം സീറ്റുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നത്. ഈ സുധീർ കരമനയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അതെല്ലാം അവസാനിക്കുകയാണ്. ശരി, KSF-നാണ് വിശദാംശങ്ങൾ നൽകിയത്. അനിശ്ചിതത്വത്തിനൊടുവിൽ സുധീർ കരമനയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക.